വിരാട് കോഹ്ലിയുടെ RCB എന്നതിനൊപ്പം തന്നെ അതിനുശേഷം തൊട്ടടുത്ത വാക്കായിട്ട് രജത് പട്ടീദാറിന്റെ RCB എന്ന് കൂടി ചേർത്ത് പറഞ്ഞു. ശരിക്കും അത് തന്നെയാണ്. നമ്മളിപ്പോൾ രാമായണത്തിലെ വളരെ പ്രശസ്തമായ ഒരു കഥയാണ് അഹല്യ മോക്ഷം എന്നുള്ളത്. അതായത് ഗൗതമ മഹർഷിയുടെ ഭാര്യയായ അഹല്യക്ക് ഗൗതമ മഹർഷിയുടെ ശാപം ഏൽക്കുന്നു. ഒരുപാട് വർഷത്തിന് ശേഷം ശ്രീരാമൻ അവിടെ എത്തിയിട്ട് അദ്ദേഹത്തിന്റെ പാദസ്പർശം ഏൽക്കുകയാണെങ്കിൽ അഹല്യക്ക് മോക്ഷം സംഭവിക്കുന്നു എന്നുള്ള ഒരു കഥയാണ്. അപ്പോൾ അതേപോലെ ഒരു അഹല്യ മോക്ഷം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ സീസണിൽ RCB കപ്പടിക്കുന്നു. ശരിക്കും RCB 18 സീസൺ അല്ലെങ്കിൽ 19 സീസണിലും ഈ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും മികച്ച ടീമായിരുന്നു. പക്ഷേ രജത് പട്ടീദാർ എന്ന താരത്തെ ക്യാപ്റ്റൻ ആക്കേണ്ടിയിരുന്നു എന്നുള്ളത്, അതായത് വിരാട് കോഹ്ലിയിൽ നിന്നും ക്യാപ്റ്റൻസി അദ്ദേഹത്തിലേക്ക് മാറിയ സമയത്താണ് ശരിക്കും ഈ ടീമിന് ഒരു അഹല്യ മോക്ഷം സംഭവിക്കുന്നതും കപ്പ് ആദ്യമായിട്ട് ലഭിക്കുന്നതും. പിന്നീട് രണ്ടാമതും ഈ കപ്പ് അവർ നിലനിർത്തുന്നു. അപ്പോൾ RCBയെ സംബന്ധിച്ചിടത്തോളം ഇതിലും അഭിമാനിക്കാനുള്ള അല്ലെങ്കിൽ ഇതിലും എന്താ പറയുക ആഘോഷിക്കാനുള്ള മറ്റൊരു ദിവസം ഇല്ല എന്ന് തന്നെ വേണം കരുതാൻ. കഴിഞ്ഞ സീസണിൽ അവർ കപ്പ് അത് നിലനിർത്തുന്നു എന്നുള്ളതാണ്. അതായത് അവരുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരു കിടയറ്റ യന്ത്രം പോലെ പ്രവർത്തിച്ച ഒരു സീസണായിരുന്നു. ഏറ്റവും പ്രധാനം വിരാട് കോഹ്ലി അവിടെ ഉണ്ടായിരിക്കും. ഇപ്പം ഈ റൺ ചേസിലേക്ക് വരുമ്പോൾ 155 ഒരു ലോ സ്കോറാണ്. എങ്കിൽ കൂടിയും ചേസിങ്ങിൽ എന്തായാലും ഗുജറാത്ത് അവർ നല്ല ബോളേഴ്സൊക്കെ ഉണ്ട്. അവർ പിന്നെ ട്രൈ ചെയ്യുമെന്ന് ഉറപ്പാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഒരു സമയത്ത് നമ്മൾ കളി കണ്ടിരുന്ന നമുക്ക് പോലും ഒരു ടെൻഷനില്ല. കാരണം അപ്പുറത്ത് ചേസ് മാസ്റ്ററായ വിരാട് കോഹ്ലി ഉള്ളിടത്തോളം കാലം അവർക്ക് അദ്ദേഹത്തെ, അതായത് കിങ്ങിനെ വീഴ്ത്തി കഴിഞ്ഞാലേ ഈ രാജ്യം കീഴടക്കാൻ കഴിയുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത്. ദ ഡിഫറൻസ്, അതായത് ഈ മാച്ചിലെ ഏറ്റവും ഡിഫറൻ്റ് ആയിട്ട് ഏറ്റവും നന്നായിട്ട് ബാറ്റ് ചെയ്തത് വിരാട് കോഹ്ലി മാത്രമാണ്. മറ്റാരും, വെങ്കടേഷ് അയ്യറിൻ്റെ ക്യാമിയോ നമുക്ക് എടുത്തു പറയാം. എങ്കിൽ കൂടിയും ഈ രണ്ട് ടീമുകളിൽ നോക്കുമ്പോൾ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 65ഓളം 50+ സ്കോറുകൾ അദ്ദേഹം IPL മാത്രം നേടിയിട്ടുണ്ട്. അതായത് 19 സീസണിൽ ഓരോ സീസണിലും അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ സീസണിലും ഒരു 3 or 3+ 50കൾ അദ്ദേഹം നേടുന്നുണ്ട് എന്നുള്ളതാണ്.